നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ഇതുപോലുള്ള ജ്യൂസ് ഗ്ലാസ്സുകൾ ഉണ്ടാവും. നമ്മൾ എങ്ങനെയൊക്കെ കഴുകിയെടുക്കാൻ നോക്കിയാലും നമുക്കിതിൻ്റെ അടിവശം വരെ നല്ലതുപോലെ കഴുകിയെടുക്കാൻ പറ്റില്ല. ഇങ്ങനെയുള്ള ഗ്ലാസ്സുകളൊക്കെ ഈസിയായി കഴുകാനുള്ള ഈ ടിപ്പൊന്ന് കണ്ടു നോക്കൂ. നമ്മൾ സാധാരണ പാത്രം കഴുകുന്ന ഇതുപോലൊരു സ്പോഞ്ച് എടുക്കുക. ഇതിങ്ങനെ മൂന്നായിട്ടൊന്ന് മുറിച്ചെടുക്കുക. താഴെയുള്ള സ്ക്രബ്ബറിൽ മുട്ടുന്നത് വരെ സ്പോഞ്ച് മാത്രം മുറിക്കുക. ഇത് തിരിച്ചു പിടിച്ച് ഇങ്ങനെയും 3 പീസായി മുറിച്ചെടുക്കുക. ഇനി ഇതിനുള്ളിലായി നീളമുള്ള ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു കമ്പോ വെച്ച് കൊടുത്ത് ഇതിങ്ങനെ റോൾ ചെയ്തെടുത്ത ശേഷം റബ്ബർ ബാൻഡ് കൊണ്ട് ടൈറ്റ് ചെയ്തെടുക്കുക. ഈ മുറിച്ച് വെച്ചിരിക്കുന്ന 2 സൈഡിലായും 2 റബ്ബർ ബാൻഡ് ഉപയോഗിച്ച് ടൈറ്റ് ചെയ്തെടുക്കണം. ഇനി ഇതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് കൈ കടത്താൻ പ്രയാസമുള്ള ഗ്ലാസ്സുകൾ വരെ വളരെ ഈസിയായി തന്നെ കഴുകിയെടുക്കാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഗ്ലാസ്സുകൾ മാത്രമല്ല, ഇതുപോലുള്ള ഇടുങ്ങിയ ബോട്ടിലുകൾ വരെ നല്ല ഈസിയായി വളരെ ക്ലീനായി തന്നെ കഴുകിയെടുക്കാൻ പറ്റും. ഉപയോഗശേഷം റബ്ബർ ബാൻഡ് ഊരി മാറ്റി സ്പോഞ്ച് കഴുകി ഉണക്കി വേണം സൂക്ഷിച്ചു വെക്കാൻ. അപ്പോൾ നിങ്ങളും ഇതുപോലൊന്ന് ചെയ്തു നോക്കൂ, നല്ല റിസൾട്ട് തന്നെ കിട്ടും. അടുത്തതായി നമ്മുടെ വീടുകളിലുള്ള ഇതുപോലുള്ള കോഫി മഗ്ഗുകളൊക്കെ ഒരുപാട് സ്പേസ് പോകാതെ അറേഞ്ച് ചെയ്ത് വെക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കാണിക്കുന്നത്. ഇങ്ങനെ ഒരു കപ്പിനുള്ളിലായി മറ്റൊരു കപ്പ് വെച്ച് കൊടുത്ത് ഇതുപോലെ ക്രമീകരിച്ചാൽ പെട്ടെന്ന് അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളും കപ്പുകളൊക്കെ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കബോർഡിൽ വെച്ച് നോക്കൂ. ഇത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. നമ്മുടെ വീട്ടിലുള്ള എല്ലാ കോഫി മഗ്ഗുകളും ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെക്കാം.